ദേശീയ മാധ്യമങ്ങൾ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനു മുൻപ് മായാവതിയുടെ തീരുമാനത്തിലെ മാറ്റങ്ങളിലോട്ട് നമ്മൾ കടന്നു പോവേണ്ടതുണ്ട്. കടുപ്പിച്ച തീരുമാനവുമായി ഉത്തർപ്രദേശിൽ സഖ്യവുമായി മുന്നോട്ട് പോയ മായാവതി ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് മുന്നിൽ വെച്ച ഒരു തീരുമാനം എന്ന് പറയുന്നത് 10ഓളം സീറ്റുകളിൽ ധാരണയുണ്ടാക്കാം എന്നുള്ളതാണ്. ഇതാരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരു കാരണവശാലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല, ധാരണയുണ്ടാക്കില്ല, കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മായാവതി അവസാനം അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാരണം കൊണ്ടാണ്. മുസ്ലിം ബ്രാഹ്മണ പിന്നോക്ക വിഭാഗ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൂട്ടലുകൾ BJPയെ ഭയപ്പെടുത്തിയപ്പോൾ മായാവതിയെ ഭയപ്പെടുത്തിയത് മുസ്ലിം ജാട്ട് വിഭാഗക്കാരുടെ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. അതായത് മായാവതിയുടെ BSPക്ക് മുസ്ലിം വോട്ടുകൾ എത്തിപ്പെടാറുണ്ട്. വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് മുസ്ലിം വോട്ടുകൾ. എന്നാൽ ഇപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിൽ കാണാൻ സാധിക്കുമെന്നുള്ള സർവേകളും മാധ്യമങ്ങളിലൂടെ വരുന്ന റിപ്പോർട്ടുകളും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ചിലപ്പോൾ മായാവതിയുടെ ഈ തീരുമാനം എന്നുള്ളതാണ് മാധ്യമങ്ങളും ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. വ്യക്തമാക്കി പറഞ്ഞാൽ മായാവതി കടുപ്പിച്ച തീരുമാനവുമായി മുന്നോട്ട് പോയത് മുസ്ലിം ദളിത് വോട്ടുകൾ തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ പ്രിയങ്കയുടെ കടന്നുവരലും യോഗി ആദിത്യനാഥിന്റെ ചില ഭരണകൂട ഭീകരതകളുമൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്കയുടെ കടന്നുവരൽ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഒരു ആഘോഷം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനുള്ള കാരണമായി മുന്നിൽ നിൽക്കുമെന്നുള്ള ഒരു വലിയ ഭയം മായാവതിക്ക് മുന്നിൽ എത്തിപ്പെട്ടിട്ടുമുണ്ട്. BJPയെ ഭയക്കുന്നുള്ളത് ബ്രാഹ്മണ വോട്ടുകളൊക്കെ കോൺഗ്രസ് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് കോൺഗ്രസുമായി ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ രീതിയിലും ഒന്നിച്ചു പോകുന്ന നിലപാടെടുത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ് അഖിലേഷുമായി തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ BSPയുടെ മായാവതി മുന്നിലോട്ട് വെച്ച ഈ 10 സീറ്റുകളിലുള്ള ധാരണ കോൺഗ്രസ് തള്ളിക്കളയുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. നേരത്തെ 71 സീറ്റുകൾ 2014 BJPക്ക് നേടിയ ഉത്തർപ്രദേശിൽ ഇപ്രാവശ്യം 25-30 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഒരു വലിയ ഭയം തന്നെയാണ് ഉത്തർപ്രദേശിലെ സഖ്യത്തിന്, മഹാസഖ്യത്തിന് കോൺഗ്രസിനെയും കൂടി കൂടെ കൂട്ടാമെന്നുള്ള ഒരു തോന്നൽ സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.